പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 8:32 നാം ഇപ്രകാരമാണ് കാണുന്നത്: സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവസ്നേഹത്തിൻ്റെ പാരമ്യമാണ് ഈ തിരുവചനത്തിൽ നാം കാണുന്നത്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം നമ്മുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് ദൈവം തരികയും ചെയ്യും. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. മാത്രവുമല്ല, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ഏൽപ്പിച്ചു തന്ന ദൈവം തൻ്റെ മക്കൾക്ക് നല്ലത് നൽകാതിരിക്കുകയില്ലല്ലോ. എല്ലാ കാര്യത്തിലും, ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യത്തിലും കർത്താവ് ശ്രദ്ധാലുവാണ്. നാം എന്താണ് ചെയ്യേണ്ടതെന്ന് യേശു പറയുന്നുണ്ട്. മത്തായി 6:33 യേശു പറയുന്നു: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. യേശു നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകുക തന്നെ ചെയ്യും. റോമ 14:17 പറയുന്നു: ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ആണ്. എന്താണ് ദൈവത്തിലുള്ള നമ്മുടെ ഉറപ്പ്? ദൈവം തൻ്റെ ഏകജാതനായ യേശുവിനെ നമുക്ക് നൽകി. പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. അതിനേക്കാൾ വലിയൊരു സ്നേഹം നമ്മോട് കാണിക്കാനില്ല. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരികയും ചെയ്യും. യോഹന്നാൻ 14:1 യേശു പറയുന്നുണ്ട്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ ദൈവവചനത്തിലും നമുക്ക് വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ദൈവത്തെ വേദനിപ്പിക്കാതെ ജീവിക്കണമെന്നുമുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ അപ്പോഴാണ് വരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം ചിന്തിച്ചാൽ നാം ദൈവത്തോട് സ്നേഹമുള്ളവരും വിശ്വസ്തരുമായി ജീവിക്കും. കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കും. യേശു നമ്മെ പാപ അന്ധകാരത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗ കവാടം തുറന്നു നൽകുകയാണ് ചെയ്തത്. നമ്മുടെ പാപഭാരവും ദുഃഖദുരിതങ്ങളും രോഗപീഡനങ്ങളും എല്ലാം യേശു ഏറ്റെടുത്തു നമ്മെ രക്ഷിച്ചു. ഈ രക്ഷ നാം നേടിയെടുക്കുകയാണ് അനുതാപത്തിലൂടെ ചെയ്യേണ്ടത്. യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നുണ്ട്: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യോഹന്നാൻ 6:29 യേശു പറയുന്നുണ്ട്: ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നതാണ്. അതായത് യേശുവിൽ വിശ്വസിക്കുക എന്നതാണ് ദൈവഹിതമനുസരിച്ചുള്ള നമ്മുടെ പ്രവൃത്തി. നാം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നാം നമ്മുടെ ആത്മാവിനെയാണ് രക്ഷിക്കുന്നത്. യോഹന്നാൻ 6:38 യേശു പറയുന്നുണ്ട്: ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. നാം എല്ലാവരും ഭൗതിക നേട്ടങ്ങൾക്കായി കഠിനമായി അധ്വാനിക്കുന്നവരാണ്. സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ലോകത്തിൻ്റെ പേരിനും പ്രശസ്തിക്കും കയ്യടിക്കും വേണ്ടി എത്ര കഠിനമായി നാം പരിശ്രമിക്കും. എത്ര വലിയ തിന്മ ചെയ്തു നാം അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇവയെല്ലാം അനശ്വരമാണ് എന്ന് ധരിക്കരുത്. എല്ലാം നശ്വരമാണ്. എല്ലാം നശിച്ചു പോകും. ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിനെതിരായി നാം നേടുന്നതൊന്നും നമുക്ക് ഗുണം ചെയ്യുകയില്ല എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം.
യോഹന്നാൻ 6:27 യേശു പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. ആ നിത്യജീവന് വേണ്ടിയാണ് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. ഫിലിപ്പി 4:19 തിരുവചനം പറയുന്നുണ്ട്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അപ്പോൾ യേശു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകുക തന്നെ ചെയ്യും. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറഞ്ഞ പൗലോസ്ലീഹ പറയുന്നത് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നാണ്. നമുക്ക് വചനത്തിൽ വിശ്വസിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.